പനിയൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ തുടങ്ങിയിട്ട് കുറച്ച് മീൻ വാങ്ങാൻ നോക്കുന്നതാണ് കേട്ടോ. അപ്പോഴൊക്കെ ട്രോളിങ് കാരണം കൊണ്ട് നല്ല മീൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആ കുറച്ച് മീൻ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ചാളയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് പിലോപ്പി. അപ്പോൾ ചെറിയ ചാള ആയതുകൊണ്ട് അവിടെ നിന്ന് നന്നാക്കി തരില്ല കേട്ടോ. അപ്പോൾ കൊണ്ടുവന്ന് നന്നാക്കി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി പെട്ടെന്ന് നല്ലൊരു ചാളക്കറി വെച്ചാലോ. അപ്പോൾ ദാ ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി കുറച്ച് ചതച്ചെടുക്കാം. ഇനി ചട്ടി ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ മൂത്ത് വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും ഉള്ളിയും ഇട്ട് കൊടുക്കുക. വേപ്പില ഇട്ട് കൊടുക്കുക. ഇനി പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. ഇനി അത് മൂത്ത് വരുമ്പോഴേ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളിയും മുളകും ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. ഒന്ന് തിളച്ച് വരട്ടെ. ഇതാ പിലോപ്പി കട്ട് ചെയ്ത് വെച്ചത് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല പുരട്ടി വറക്കാൻ വെക്കാം കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് വേപ്പില, കുറച്ച് വിനിഗർ, ഉപ്പിടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കറിയുടെ അരപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇതാ മീൻ കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി ഒന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ച് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മീൻ കറിയൊക്കെ റെഡി ആയിരിക്കും. ദാ മറക്കാനുള്ള മീൻ കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മീൻ കറിയൊക്കെ നന്നായി തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് ചാറ് കുറുകി വരുമ്പോഴാട്ടോ ആ മീൻ കറിക്ക് നല്ല ടേസ്റ്റ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റുള്ള മീൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ ദാ ചോറുണ്ടാൻ പോവാട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കൂടെ കൂടണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.